രാജ്യത്തെ നടുക്കി ചെങ്കോട്ടയിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം ഭീകരാക്രമണമെന്ന സ്ഥിരീകരണം. UAPA 16-18 വകുപ്പുകൾ പ്രകാരം ചാന്ദിനി ചൗക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സ്ഫോടക വസ്തു നിയമത്തിലെ 3-4 വകുപ്പുകളും ചുമത്തി. ഫോറൻസിക് തെളിവുകളും ഇന്റലിജൻസ് വിവരങ്ങളും തീവ്രവാദ ബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് നടപടി. പ്രാഥമിക പരിശോധനയിൽ നടന്നത് ഭീകരാക്രമണം അല്ല എന്നായിരുന്നു നിഗമനം. സ്ഫോടന സ്ഥലത്ത് നിന്ന് വയറുകളോ ലോഹ കഷ്ണങ്ങളോ കിട്ടിയിരുന്നില്ല. ശക്തമായ സ്ഫോടനം നടന്നിട്ടും സംഭവ സ്ഥലത്ത് കുഴിയും രൂപപ്പെട്ടില്ല. ഇതൊക്കെ പരിഗണിച്ച് കരുതിക്കൂട്ടിയുള്ള സ്ഫോടനമാണെന്ന് പറയാനാകില്ല എന്നായിരുന്നു പോലീസ് നേരത്തെ വ്യക്തമാക്കിയത്. എന്നാൽ ഉയർന്ന ജ്വലനശേഷിയുള്ള രാസവസ്തുക്കളാകാം ഉപയോഗിച്ചത് എന്നാണ് ഒടുവിലത്തെ നിഗമനം. അമോണിയം നൈട്രേറ്റും RDXും ചേർത്തുള്ള മിശ്രിതമാകാം സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്നും വിശ്വസിക്കുന്നു. കാർ നീങ്ങിക്കൊണ്ടിരിക്കവേ നടന്ന സ്ഫോടനമായതിനാലാണ് കുഴി രൂപപ്പെടാത്തത് എന്ന വിശദീകരണവും പുറത്തുവരുന്നുണ്ട്. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ പാലക്കായി മറിഞ്ഞ് സൽമാൻ എന്നയാളുടെ പേരിലാണ് ഉള്ളത്. ഇത്തരം ഓപ്പറേഷൻ ഭീകരരുടേതാണ് എന്നും പോലീസ് പറയുന്നു. എന്നാൽ വിശദമായ അന്വേഷണം നടക്കുകയാണ് എന്നും ഊഹാപോഹങ്ങളിലേക്ക് പോകരുത് എന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത്. NIA ഉൾപ്പെടെ അന്വേഷണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 200-ലധികം CCTVകളിലെ ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അതിനിടെ കറുത്ത മാസ്ക് വെച്ചയാൾ റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 6:52-നാണ് സ്ഫോടനമുണ്ടായത്. ഇതിന് തൊട്ടു മുമ്പായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഉച്ചയ്ക്ക് 3:19-ന് ചെങ്കോട്ടയോട് ചേർന്നുള്ള പാർക്കിംഗ് ഏരിയയിൽ ഹ്യൂണ്ടായി i10 കാർ എത്തി. 3 മണിക്കൂറോളം കാർ ഇവിടെയുണ്ടായിരുന്നു. വൈകിട്ട് 6:48-ഓടെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഇതിന് തൊട്ടു പിന്നാലെയാണ് സ്ഫോടനം നടന്നത്. ട്രാഫിക് സിഗ്നൽ കാരണം കാർ നിർത്തേണ്ടി വന്നതോടെയാണ് മാർക്കറ്റിനു സമീപത്തേക്ക് കാർ കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. കാർ ഓടിച്ചത് ഫരീദാബാദ് ഭീകര സംഘത്തിൽ പോലീസ് തെരയുന്ന ഉമർ മുഹമ്മദ് എന്നയാളാണ് എന്നാണ് ദില്ലി പോലീസ് നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസമാണ് ഹരിയാന ഫരീദാബാദിൽ നിന്നടക്കം ജമ്മു കാശ്മീർ പോലീസ് ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഭീകര സംഘത്തെ അറസ്റ്റ് ചെയ്തത്. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഡോക്ടർമാരടക്കം 8 പേരാണ് പിടിയിലായത്. ഭീകരവാദിയായ ഉമർ മുഹമ്മദാണ് കാർ ഓടിച്ച് ചെങ്കോട്ടയിൽ എത്തിയത് എന്നാണ് സംശയിക്കുന്നത്. സ്ഫോടനം നടന്ന i20 കാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം ഇയാളുടേതാണോ എന്ന് തിരിച്ചറിയാൻ DNA പരിശോധന നടത്തും. തുടക്കത്തിൽ ഡ്രൈവറുടെ മുഖം വ്യക്തമായി കാണാമെങ്കിലും കാർ മുന്നോട്ട് പോകുമ്പോൾ മുഖം മറച്ച ഒരാളാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ബദർപൂർ അതിർത്തിയിൽ നിന്നാണ് കാർ അവസാനമായി നഗരത്തിലേക്ക് പ്രവേശിച്ചത്. അതിന്റെ ശേഷിക്കുന്ന യാത്രാപാത അന്വേഷണത്തിലാണ് എന്നും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ വ്യക്തമാക്കി. കാറിന്റെ ആദ്യ ഉടമയെ പോലീസ് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്ന് ഇന്നലെ തന്നെ പിടികൂടിയിരുന്നു. മുഹമ്മദ് സൽമാൻ എന്നയാളെയാണ് പിടികൂടിയത്. ഇയാൾ ഒക്ലയിലുള്ള മറ്റൊരാൾക്ക് കാർ വിറ്റിരുന്നു. കാറിന് ഹരിയാന രജിസ്ട്രേഷനാണ് ഉണ്ടായിരുന്നത്. ദേവേന്ദ്ര എന്നയാൾക്കാണ് മുഹമ്മദ് സൽമാൻ കാർ വിറ്റത്. ഇത് വീണ്ടും അംബാലയിലെ ഒരാൾക്ക് മറിച്ചു വിറ്റിട്ടുണ്ട്. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. നിരവധി സ്ഫോടനങ്ങൾ കണ്ട നഗരമാണ് ഡൽഹി. 90കളിൽ പലതവണ ഡൽഹി സ്ഫോടനങ്ങളിൽ കുലുങ്ങി. 1997-ൽ മാത്രം 7 തവണയാണ് ഡൽഹിയിൽ സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഏറ്റവും കൂടുതൽ ജീവനുകൾ എടുത്തത് 2005-ൽ സരോജിനി മാർക്കറ്റിലും പഹാഡ്ഗഞ്ച് മാർക്കറ്റിലും ഭീകരർ നടത്തിയ സ്ഫോടനങ്ങളിലാണ്. 59 മരണം. 2011-ലാണ് ഇതിനു മുൻപ് അവസാനമായി ഡൽഹിയിൽ സ്ഫോടനമുണ്ടായത്. അന്നും കാറിലായിരുന്നു സ്ഫോടനം. ഡൽഹി ഹൈക്കോടതിക്ക് പുറത്ത് നിർത്തിയിട്ടിരുന്ന കാർ പൊട്ടിത്തെറിച്ചുവെങ്കിലും ആർക്കും അപകടമുണ്ടായില്ല. 14 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഡൽഹിയെ നടുക്കി ഒരു സ്ഫോടനം നടന്നിരിക്കുന്നു. ഏറെക്കാലമായി പ്രധാന നഗരങ്ങളിൽ സ്ഫോടനങ്ങളോ ഭീകരാക്രമണങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തവണ ഉണ്ടായ സ്ഫോടനത്തിന്റെ സാഹചര്യം പ്രധാനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗത്തും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു. ജമ്മു കാശ്മീർ പോലീസിന്റെയും ഹരിയാന പോലീസിന്റെയും സംയുക്ത സംഘം നിരോധിത ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ഒരു അന്തർ സംസ്ഥാന ഭീകര മൊഡ്യൂൾ കണ്ടെത്തി. ഫരീദാബാദിലെ 2 ഡോക്ടർമാരിൽ നിന്ന് 2900 കിലോഗ്രാമിലധികം അമോണിയം നൈട്രേറ്റും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള രാസവസ്തുവും കണ്ടെടുത്തിരുന്നു. ഇവ ഡൽഹിയെ ഭീതിയിലാഴ്ത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ തലേ ദിവസം രാജ്യതലസ്ഥാനത്ത് സ്ഫോടനമുണ്ടായത് പലതരത്തിലുള്ള ആരോപണങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. 2019-ൽ ബാലാക്കോട്ട് ആക്രമണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്നതും ചിലർ ചൂണ്ടിക്കാട്ടുന്നു.
രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ട് മോഷണ ആരോപണം ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ തലേ ദിവസമാണ് ഉന്നയിച്ചത്. അത് വോട്ടർമാരെ സ്വാധീനിച്ചുവെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഇതിനിടയിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ തലേ ദിവസം രാജ്യതലസ്ഥാനത്ത് സ്ഫോടനമുണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ സ്ഫോടനവും ബീഹാർ തെരഞ്ഞെടുപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ചിലർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. ഇന്നലെ വൈകിട്ട് 6:55ഓടെയായിരുന്നു ഡൽഹി ചെങ്കോട്ടയിൽ വൻ സ്ഫോടനമുണ്ടായത്. ലാൽക്കില മെട്രോ സ്റ്റേഷന് മുന്നിലെ ട്രാഫിക് സിഗ്നലിന് മുന്നിലേക്ക് വേഗം കുറച്ചെത്തിയ ഹ്യൂണ്ടായി i10 കാർ പൊടുന്നനെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന കാറുകൾ, ഓട്ടോറിക്ഷകൾ, സൈക്കിൾ റിക്ഷകളെല്ലാം പൊട്ടിത്തെറിയിൽ തകർന്നുപോയി. ഒരു തീഗോളം ആകാശത്തേക്ക് ഉയർന്നുവെന്നും 1 കിലോമീറ്റർ അകലെ വരെ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായി എന്നും ദൃക്സാക്ഷികൾ പറയുന്നു. സാഹചര്യ തെളിവുകൾ ഭീകരാക്രമണത്തിലേക്കാണ് ആദ്യം തന്നെ വിരൽ ചൂണ്ടിയത് എങ്കിലും പോലീസ് കൃത്യമായി അന്വേഷിച്ച ശേഷമാണ് ഇക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചത്. ഇതിനിടെ കൊല്ലപ്പെട്ട 4 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. UP സ്വദേശി ദിനേശ് മിശ്ര, തുണിക്കട നടത്തുന്ന ഡൽഹി സ്വദേശി അമർ കഡാരിയ, ഓട്ടോറിക്ഷ ഡ്രൈവർ മൊഹസിൻ, ബീഹാർ സ്വദേശി പങ്കജ് സൈനി എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. 22കാരനായ സൈനി ഒരു ബന്ധുവിനെ മെട്രോ സ്റ്റേഷനിൽ വിടാൻ എത്തിയതായിരുന്നു. സ്ഫോടനത്തെ തുടർന്ന് രാജ്യാതിർത്തികളിലും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട പോളിംഗ് നടക്കുന്ന ബീഹാറിൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലും ജമ്മു കാശ്മീരിലും ഉൾപ്പെടെ സുരക്ഷാ സൈന്യത്തിന്റെ വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് ഇന്ന് അടച്ചിടുമെന്ന് ചാന്ദിനി ചൗക്ക് ട്രേഡേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. മറ്റു മാർക്കറ്റുകൾക്കും പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഭീകരാക്രമണത്തെ US അപലപിച്ചിട്ടുണ്ട്. ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് എന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു.